നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. താൻ ഇതിനോടകം മരിച്ചുപോയിന്ന് ആ വീട്ടിലുള്ള ആരെങ്കിലുമൊക്കെ കരുതിയിട്ടുണ്ടാവും. കാര്യങ്ങളൊക്കെ ബോധിപ്പിക്കാനും എല്ലാം പറഞ്ഞ് മനസ്സിലാക്കാനും എല്ലാവരും ഉള്ള സമയം തന്നെയാണ് നല്ലത്. ഇത്രയും വർഷം കാണാതിരുന്ന് കാണുമ്പോൾ സന്തോഷം മാത്രമല്ല ഉണ്ടാകുന്നത്. നമ്മൾ ചിന്തിക്കുന്നത് സന്തോഷത്തെക്കുറിച്ച് മാത്രമാണെന്നേ ഉള്ളൂ. നന്ദനെ പോലൊരാൾ ഇത്രയും നാൾ കഴിഞ്ഞ് പെട്ടെന്ന് പ്രത്യക്ഷപ്പെടുമ്പോൾ നാട്ടുകാരുടെ പല ചോദ്യങ്ങൾക്കും ഉത്തരം പറയേണ്ടി വരും. വീട്ടിലുള്ളവർക്ക് പല സംശയങ്ങളും കാണും. പോലീസ് അന്വേഷണവും ഉണ്ടാവും. അതൊരു വലിയ വാർത്തയാകും. ഇതെല്ലാം ഫേസ് ചെയ്യാൻ മനസ്സിനെ പാകപ്പെടുത്തിയിട്ടേ പോകുന്നതിനെ കുറിച്ച് ചിന്തിക്കാവൂ. എന്തായാലും തന്റെ വീട്ടുകാരൊക്കെ തിരികെ വരട്ടെ, എന്നിട്ട് തീരുമാനിക്കാം നമുക്കെല്ലാം. നാളെ ഒരു ദിവസം കൂടി കഴിഞ്ഞ വിവാഹമാണ്. അവൻ എന്തെങ്കിലും പറഞ്ഞോ? ഇല്ല. നമുക്കിത് എങ്ങനെയെങ്കിലും മുടക്കണം സച്ചേട്ടാ. എങ്ങനെ? ഞാനിത് കുറെ തവണ ആലോചിച്ചു. സന്ദീപ് നമ്മുടെ കൂടെ നിന്നിരുന്നെങ്കിൽ ഇപ്പോ അച്ഛനോടെല്ലാം പറഞ്ഞ് ശരിയാക്കാമായിരുന്നു. അവൻ ആതിരെ വേണ്ടെന്നും അനിക്കേ മതിയെന്നും മാത്രമേ പറയുന്നുള്ളൂ, മറ്റൊന്നും പറയുന്നില്ല. ഇത് ശരിക്കും പറയുന്ന തന്നെയാണോ ഇതൊക്കെ? അവനീ വിവാഹമായിട്ട് പൊരുത്തപ്പെട്ടോന്നാ എന്റെ സംശയം. ഇന്നലെ രാത്രി നമ്മളോട് ക്ഷമ പറഞ്ഞതല്ലാതെ അതെന്തിനാന്ന് ചോദിച്ചിട്ട് അവൻ പറഞ്ഞൂല്ലല്ലോ. ഇന്നലെ അവന്റെ സംസാരം കേട്ടപ്പോ തനിക്കെന്താ തോന്നിയത്? ഞാൻ ആദ്യം പറഞ്ഞതിൽ എന്നെ ഇപ്പോഴും ഉറച്ചു നിൽക്കുന്നത്. ഈ പറയുന്നതും ചെയ്യുന്നതും ഒന്നും അവൻ അറിഞ്ഞുകൊണ്ട് ചെയ്യുന്നതല്ല, അവനെ കൊണ്ട് ആരൊക്കെ ചെയ്യിക്കുന്നത് തന്നെയാ. അവനിപ്പോ എന്തൊക്കെയാ ചിന്തിക്കുന്നതെന്നും എന്തൊക്കെയാണ് അവൻ ചെയ്യാൻ പോകുന്നതെന്നും ഒരു ഊഹവും ഇല്ല. ഇങ്ങനെ ഒരാൾക്ക് മാറാൻ പറ്റുമോ? എന്തു പറഞ്ഞാ ഇനി അവന്റെ മനസ്സിനെ തിരിച്ചു പിടിക്കേണ്ടതെന്ന് എനിക്കറിയില്ല. വിവാഹത്തിന് അവന് പൂർണ്ണ സമ്മതമാണെന്നറിയാൻ, ആതിരെ മറക്കാൻ അവൻ തയ്യാറാണെന്നറിയാൻ ഞാനൊരു വഴി കണ്ടുവച്ചിട്ടുണ്ട്. എന്താ? അത് തന്നെ. ഇത് നമ്മുടെ അവസാനത്തെ കച്ചിത്തുരുമ്പാണ്. ഇവിടെ നമ്മൾ തോറ്റുപോയ പിന്നെ നമുക്കെല്ലാം നോക്കി നിൽക്കാനേ കഴിയൂ. താമ്പ നിന്റെ ഏട്ടനെന്ന നിലയിലും നിന്റെ എല്ലാ കാര്യങ്ങളും അറിയാവുന്ന ആളെന്ന നിലയിലും ഞാൻ നിന്നോട് അവസാനമായിട്ട് ചോദിക്കുക, ആതിരെ ഉപേക്ഷിച്ച് അനഘയെ സ്വീകരിക്കാൻ തന്നെയാണോ ഇപ്പോഴും നിന്റെ തീരുമാനം? സന്ദീപ്, നിന്റെ മനസ്സിൽ എന്തായാലും ഒന്ന് പറയേ. ഇനി നീ ഇങ്ങനെ മൗനമായി നിൽക്കുന്നത് ഞങ്ങളെ കൂടി തളർത്തുന്നുണ്ട്. നാളെ ഒരു ദിവസം കൂടി കഴിഞ്ഞാ നിന്റെ വിവാഹോ? നീ ഇന്നലെ പറഞ്ഞതിന്റെ പ്രകാരമാണെങ്കിൽ കുറെ കുറ്റബോധമുണ്ട് നിന്റെ മനസ്സിൽ. അതെന്താണെന്ന് നീ പറയാത്തോണ്ട് തന്നെ ഞങ്ങൾക്കത് അറിയേയില്ല. നിന്റെ തീരുമാനം എന്തായാലും പറയാ. അവസാനമായിട്ടാ ഞങ്ങൾ ഇതും പറഞ്ഞ് നിന്റെ മുന്നിലേക്ക് വരുന്നത്. ഞാൻ നല്ലപോലെ തീരുമാനിച്ചിട്ട് തന്നെയാ ഇതിനായി ഇറങ്ങിയത്. എല്ലാത്തിനും കൂടെ നിന്ന് നിങ്ങളെ കാണുമ്പോഴുള്ള കുറ്റബോധം മാത്രമേ ഇപ്പൊ എന്റെ മനസ്സിലുള്ളൂ. മറ്റൊന്നും ഞാനിപ്പോ ഓർക്കുന്നില്ല. അങ്ങനെയാണെങ്കിൽ അനഘയെ വിവാഹം കഴിക്കുന്നതിന് മുമ്പ് ആതിരയുമായുള്ള എല്ലാ ബന്ധവും നീ ഉപേക്ഷിക്കണം. മനസ്സിൽ നിന്ന് എടുത്ത് കളയാനും അവളെ മറന്നു കളയാനും നിനക്ക് എളുപ്പം സാധിച്ചു വരും. നിയമപരമായി വിവാഹം കഴിഞ്ഞ രണ്ടുപേരാ നീയും ആതിരയും. അപ്പോ നിയമത്തിന്റെ മുന്നിൽ ഭാര്യയും ഭർത്താവും. അനഘയുടെ ജീവിതത്തിലേക്ക് നീ കയറി ചെല്ലുമ്പോൾ ആതിരയുടെ ജീവിതത്തിൽ നിന്നും നീ ഇറങ്ങിപ്പോണം.
എല്ലാ അർത്ഥത്തിലും. നീ ഇതിലൊന്ന് സൈൻ ചെയ്തു തരണം. നിന്റെ ആതിരയുടെ വിവാഹബന്ധം വേർപെടുത്താനുള്ള നിന്റെ സമ്മതപത്രം. നീ സൈൻ ചെയ്യാദ്യം. ആതിരെ ഞാൻ പറഞ്ഞ് മനസ്സിലാക്കിപ്പിച്ച് അവളെ കൊണ്ട് സൈൻ ചെയ്യിപ്പിച്ചോളാം. നീയല്ലേ വേണ്ടെന്ന് ആദ്യം തീരുമാനിച്ചത്. അതുകൊണ്ട് നീ ആദ്യം സൈൻ ചെയ്. എല്ലാത്തിനും ഒരു പരിധിയുണ്ട് സന്ദീപേ. നീ ഇപ്പൊ നിൽക്കുന്നത് ആ പരിധിക്ക് പുറത്താ. ഇതൊന്നും നല്ലതിനല്ല നിനക്ക്. ഞാനും നീയും സേതുമാധവൻ എന്ന മനുഷ്യന്റെ മക്കളാ. നിനക്ക് ഇങ്ങനെയൊക്കെ എങ്ങനെ ചിന്തിക്കാൻ കഴിയുന്നു എനിക്ക് മനസ്സിലാവുന്നില്ല. ഒരാൾക്ക് പ്രതീക്ഷയും സ്നേഹവും കൊടുത്ത് ചേർത്ത് നിർത്തിയിട്ട് ഒരു കാരണമില്ലാതെ തള്ളിക്കളയുന്നതിനോളം വലിയ പാപമില്ലെന്ന് മനസ്സിലാക്കിയവനാ നിന്റെ ഈ ഏട്ടൻ. ഇന്നല്ലെങ്കിൽ നാളെ ആതിരയുടെ ഓരോ തുള്ളി കണ്ണീരിനും നീ അനുഭവിക്കും. നിന്നെ മനസ്സിലാക്കാതെയും നീ പറയുന്നത് വിശ്വസിച്ചും ഞങ്ങൾക്കും കിട്ടുമായിരിക്കും ഈശ്വര ശിക്ഷ. എന്നാലും സാരമില്ല, എന്റെ അനിയൻ നന്നായിട്ട് ജീവിച്ച് കണ്ടാ മതി. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.